ഇന്ന് ലോകത്തിൽ നാം കാണുന്ന സകലത്തിനും പുറകിൽ നാം കാണാത്ത പല കാരണങ്ങളുമുണ്ട്. മനുഷ്യൻ ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പലപ്പോഴും വിസിബിൾ ആവുന്ന കാരണങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. ദൈവം ഒരു കാരണമില്ലാതെ ഒരുവനെ ഉയർത്തത്തില്ല. ദൈവം ഒരു കാരണമില്ലാതെ ഒരുവനെ അനുഗ്രഹിക്കത്തില്ല, ഒരുവനെ വിടുവിക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 2 വാക്യം ഇങ്ങനെ പറയുന്നു: നീ വെള്ളത്തിൽ കൂടി കടന്നാൽ, നദിയിലൂടെ കടന്നാൽ, തീയിലൂടെ കടന്നാൽ പെരുവെള്ളം നിന്നെ മുക്കുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം നീ എനിക്കുള്ളവൻ തന്നെ. നാം ദൈവത്തിനുള്ളവരായതുകൊണ്ടാണ് പലതിൽ നിന്നും നാം ഓവർകം ചെയ്യുന്നത്. ഇതേ കാരണം കൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷിതത്വം നമുക്ക് കിട്ടുന്നത്. ദൈവം നമ്മെ വിലയേറിയവനായും മാന്യനായും കാണുന്നത് കൊണ്ടാണ് പല തീയിലൂടെയും നമ്മൾ കടന്നു പോകുന്നത്. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കയില്ല. കാരണം ദൈവം അവരുടെ മധ്യേ ഉണ്ട്. പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേലിനെ കുറിച്ച് 9 അധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്കുണ്ട്: ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു ദാനിയേല്. പ്രാർത്ഥനയായിരുന്നു തന്നെ ദൈവത്തിന് ഏറ്റവും പ്രിയനാക്കി മാറ്റിയത്. ദിവസം തോറും ഓരോ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുള്ള ഭക്തനായ മനുഷ്യൻ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ അതേ നിമിഷം തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൂതൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിന്റെ കാരണം എന്താണ്? തന്റെ ജീവിതം ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നു. തന്റെ രഹസ്യ ജീവിതം, തന്റെ പരസ്യ ജീവിതം ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രഹസ്യ ജീവിതം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ, നാം പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരവും ലഭിക്കും, അതിന്റെ മറുപടിയും വരും. അങ്ങ് എന്തെന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നോ അതുപോലെ ആയി തീരാൻ എന്നെ സഹായിക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988 022 1957.